എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി വേഴ്സസ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. കേട്ടോ, നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത് വേഴ്സസ് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ, അവരുടെ കറണ്ട് എനർജി ഇപ്പോൾ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി ഇതുമായിട്ട് റെസനേറ്റ് ആകാൻ ശ്രമിക്കരുത്, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. വേറെന്താണ്, അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ? സമയം കളയണ്ട അല്ലേ. 2 ഡെക്കായിട്ട് തന്നെ ഞാനങ്ങ് എടുത്തു വെച്ചു കേട്ടോ. ഇത് നിങ്ങളുടെ കറണ്ട് എനർജി, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ, നോക്കാം, ഓരോന്നായി നോക്കാം. രണ്ടും ഞാൻ ഒന്നിച്ച് തന്നെ 2 സൈഡിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് രണ്ടാളുടെ എനർജി എന്ന് നോക്കാമല്ലോ നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള അവരുടെ കറണ്ട് എനർജി എന്താണ് ഇപ്പോൾ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ് അറ്റ് പ്രസൻറ്റ്, ഈ സമയത്ത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി ഫോർ ദ പേഴ്സൺ എന്താണ്. പലരും അജിറ്റേറ്റഡ് ആണ്, ഒരുപാട് ടെൻഷൻ അനുഭവിക്കേണ്ട, കയ്യിൽ നിന്ന് കാർഡ്സ് സ്ലിപ്പായി പോകുന്നു. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ്, ദ സൺ, ഏസ് ഓഫ് കപ്സ് ഉറപ്പായിട്ടും, 5 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, മജീഷ്യൻ, Devil, 5 of Swords, 2 of Pentacles. അവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഡെത്ത് ആയിരുന്നേ. എനിക്ക് 5 of Swords ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ 5 of Swords. ക്ലാരിഫൈ 5 of Swords. The Fool. ഓക്കെ, അത് നിങ്ങളുടെ കറണ്ട് എനർജി കേട്ടോ. കൂടുതൽ കാർഡ്സ് സമയമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവർക്കായിട്ട് എന്താണ്, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കാണിച്ചിട്ട്. Three of Cups, Moon, the Wheel, Ace of Wands, 5 of Pentacles, 2 of Pentacles. കൺഫ്യൂഷൻ രണ്ട് സൈഡിലും തന്നെ ഉണ്ട്. Empress, 9 of Cups, 4 of Wands, Knight of Cups. Knight of Cups ബോട്ടം കേട്ടോ. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുക്കുവേ കാർഡ്സ്. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ജോലിയിൽ കൂടുതലായി ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട്, പലർക്കും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് കേട്ടോ. ചില കടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധേഡാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനെ പറ്റിയിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ്സൊന്നുമല്ല, ജോലി ചെയ്യണം, കാശ് സമ്പാദിക്കണം, സ്വയം പര്യാപ്തമാകണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കാൻ നിങ്ങൾ അനുവദിക്കാറില്ല. അതേപോലെ നിങ്ങൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാത്തിൻ്റെയും ഒരു നല്ല വശം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങൾ കേട്ടോ. എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡ് കാണാതെ, അത് ഏത് കാര്യമായാലും ഏത് സിറ്റുവേഷൻ ആയാലും അത് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെ പറയുന്ന അങ്ങനത്തെ ശുഭാപ്തി വിശ്വാസം വളരെയധികം സൂക്ഷിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹമാണ് കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. അവരെ പറ്റി ഒരു മോശം വർത്തമാനം കേൾക്കുന്നത് പോലും നിങ്ങൾക്ക് സഹിക്കില്ല.
ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് വളരെയധികം സ്നേഹമാണ് നിങ്ങൾക്ക് കേട്ടോ. 5 ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നിങ്ങൾക്കിപ്പോൾ. അത് നിങ്ങൾ തരണം ചെയ്യാൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു മെസ്സേജ് കോള് എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും കാണുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കോൾ മെസ്സേജൊക്കെ ചെയ്യും, നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും. നിങ്ങളുടെ പേഴ്സണെ ഓൺലൈൻ നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് വാട്സാപ്പ് അപ്ഡേറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക, DP ശ്രദ്ധിക്കുക, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. മജീഷ്യൻ വെച്ച് നിങ്ങൾ സാമാന്യം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പലതരം മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിതീവ്രമായിട്ട് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് ഒബ്സെസ്ഡ് തോട്ട്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്. അതായത് തുടർച്ചയായിട്ട് ഒരു ചിന്തകൾ നിർത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവരില്ലാത്തൊരു ലൈഫൊന്നും നിങ്ങൾക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ഇവർ നമ്മളെ വിട്ടുപോകണം, നിങ്ങൾക്ക് സ്നേഹം കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ളൊരു ചിന്ത ഏത് നേരവും മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരവരുടെ സ്നേഹം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഇവരെക്കുറിച്ച് ഫീൽ ചെയ്യാറുണ്ട്. എന്തെങ്കിലും കാരണവശാൽ മറ്റാരെങ്കിലും പ്രിഫർ ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു ചിന്ത എപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. ഇതിന് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ, മെഡിറ്റേഷൻസിൽ കൂടെയൊക്കെ പോകേണ്ടിയിരിക്കുന്നു, മനസ്സിനെ ശരിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഫൂൾ ആൻഡ് 5 ഓഫ് സോർട്സ്, അത് രണ്ടും വെച്ചിട്ട് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അവർക്കല്ല, കാരണം നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കുഴികൾ ഫ്രണ്ടിൽ ഉണ്ട്, ഒന്ന് കണ്ണ് തെറ്റിയാൽ വീണു പോകുന്ന രീതിയിൽ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് കേട്ടോ. 5 ഓഫ് സോർട്സ് വെച്ച് പ്രതിബന്ധങ്ങളാണ്, അത് തരണം ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെയുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ബോധം നിങ്ങൾക്കുണ്ട്. നിങ്ങളിൽ പലരും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഏതൊരു നിങ്ങൾ മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ആ സിറ്റുവേഷനിൽ, രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെയും വിടാൻ വയ്യ അവിടെയും വിടാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിങ്ങൾ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വേണം. അതായത് എക്സിസ്റ്റിംഗ് എന്ത് സിറ്റുവേഷൻ ആയാലും അതെല്ലാം തരണം ചെയ്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണം എന്നൊക്കെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എനർജിയിൽ ഓവറോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ പലർക്കും ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യം അവിടെ വരുന്നതായിട്ട് കാണുന്നു. കുറച്ച് കാർഡ്സ് കൂടെ തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടെ തരും. എത്ര പേരുടെ കണക്റ്റ് ആവുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആയോ അത് മാത്രം എടുക്കുക കേട്ടോ. ലവേഴ്സ്, ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർക്കും നിങ്ങളോട് സ്നേഹമാണ് എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരും, ഒരു കമ്മിറ്റ്മെൻറ്റ് തരും എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. 10 ഓഫ് കപ്സ് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്റ്റേബിൾ ഫാമിലി നിങ്ങൾക്ക് വേണം. അവർ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റാണ്. അവർ വരുമ്പോഴേ നിങ്ങളുടെ ലൈഫ് പൂർണ്ണമാകുന്നുള്ളൂ എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്കുള്ളത്. ഓക്കെ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ടും അവരെക്കുറിച്ച് ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഇൻസെക്യൂരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇവർ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്കറിയാം ഈ സിറ്റുവേഷൻ വളരെ ക്ഷമ വേണം എന്ന ഈ സിറ്റുവേഷനിൽ വളരെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് വളരെ
കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പേജ് ഓഫ് വോൺസ് എഗെയിൻ, കോൾ മെസ്സേജ്, നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കോൾ ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തു, അത് അവർ കണ്ടോ, അവർ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റിയാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് അവരുടെ പേരുണ്ടോ, അവർ കണ്ടതിൽ വ്യൂസിൽ അവരുടെ പേരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുടർച്ചയായിട്ട് നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയും കാണുന്നു. ചാരിയറ്റ് വെച്ചിട്ട് പലർക്കും ഒരു ചെറിയ യാത്ര വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് അവരെ കാണാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കാം കേട്ടോ. രണ്ടായാലും ഒരു യാത്ര, ഒരു ചെറിയ യാത്രയുടെ ആവശ്യം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ കറണ്ട് എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിലേക്ക് നമുക്ക് പോകാം. പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ പേഴ്സൺ നിങ്ങളെ കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് 4 പേരുടെ ഇടയിൽ വെച്ചിട്ടായാലും വേണ്ടില്ല, നിങ്ങളെ കാണണം, കുറച്ച് ഒന്ന് സംസാരിക്കണം, ഫ്രണ്ട്സോ ആര് കൂടെ ഉണ്ടെങ്കിലും വേണ്ടില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ മിസ് ചെയ്യുന്നു നിങ്ങളെ ഒരുപാട്. മൂൺ വെച്ചിട്ട് വല്ലാത്ത മിസ്സിങ് എനർജിയാണ്. ഇൻസെക്യൂറായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫീൽ ചെയ്യുന്ന പോലെ തന്നെ. അതായത് അവർ നിങ്ങളെ വിട്ടു പോകുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറില്ലേ ഇടയ്ക്ക്? അതേപോലെ നിങ്ങൾ അവരെ എന്തെങ്കിലും കാരണവശാൽ മറ്റൊരാളെ പ്രിഫർ ചെയ്ത് ഇവരെ വിട്ടു പോകുമോ എന്ന് നിങ്ങൾക്കും അവർക്കും തോന്നാറുണ്ട് കേട്ടോ. വീൽ വെച്ച് എന്ത് സാഹചര്യം ആയാലും അതെല്ലാം മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർക്കും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജോബിൽ ഒക്കെ ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വീണ്ടും അവിടെ സെയിം നിങ്ങളുടെ പോലെ തന്നെ ഒരു എനർജിയാണ്. പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. 2 സിറ്റുവേഷനിൽ പെട്ട് ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് അവിടെയും വിടാൻ വയ്യ, ഇവിടെയും വിടാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എടുത്തു ചാടിയൊന്നും തീരുമാനിക്കാൻ കഴിയില്ല എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എംപ്രസ് വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ള കറണ്ട് എനർജി. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവരും ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. 4 ഓഫ് വോൺസ് വെച്ച് നിങ്ങൾ അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും, അവർക്കൊപ്പം ഒരു ജീവിതം ഉണ്ടാവാൻ നിങ്ങൾ സമ്മതിക്കും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അവർ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേദനിപ്പിക്കുന്നുണ്ട് പല രീതിയിലെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ തെറ്റ് തിരുത്തണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നൊക്കെ തന്നെ അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചീറ്റിംഗ് എനർജി ഒന്നും അവിടെ കണ്ടില്ല ഇതുവരെ. ക്ലാരിഫൈ, give me some more cards. Please give me some more cards for my viewers person's energy divine. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിക്കായിട്ട് കുറച്ച് കൂടി കാർഡ്സ് തരൂ. പേജ് ഓഫ് കപ്സ്, അവരും നിങ്ങളുടെ മെസ്സേജ് കോള് എല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോള് മെസ്സേജ് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരും നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്യുന്നു, എപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു എല്ലാം അവർ ശ്രദ്ധിക്കാറുണ്ട്. അവരെന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കാറുണ്ടോ എന്നും അവർ നോക്കാറുണ്ട് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്, അവരതും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ജോലിയിലും കൂടി, കാരണം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ജോലിയിലും ഈക്വലി ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 8 ഓഫ് കപ്സ് വെച്ച് പലരും ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നു. ആ ലോങ് ഡിസ്റ്റൻസ് അവരെ വല്ലാതെ ബോദർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളെ വേണ്ട പോലെ വന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും അവർക്ക് സാധിക്കാറില്ല. അതൊരു ബോദറേഷനായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഡെവിൾ വെച്ചിട്ട് അവർക്കും നിങ്ങളെക്കുറിച്ചുള്ള ഒബ്സസ്ഡ് തോട്ട്സ് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും തന്നെ നിങ്ങളുടെ എനർജീസ് ഏകദേശം മിറർ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒബ്സസ്ഡ് തിങ്കിങ് ആണ്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയമുണ്ട്. ഓക്കെ, എന്തെങ്കിലും കാരണവശാൽ അവർ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ പോവുമോ, അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സൊക്കെ ഇവരും വരാറുണ്ട്. ഒന്നാമത് ലോങ് ഡിസ്റ്റൻസുമാണ് അല്ലേ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നും കണ്ടിരുന്നു പലർക്കും. അപ്പോൾ അതെല്ലാം അവരെയും ബോദർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരും സങ്കടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്.
ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒരേ റീഡിങ്ങിൽ വന്നതുകൊണ്ട് നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. എത്രയും വേഗം ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമൊത്തൊരു ലൈഫ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ രണ്ടുപേരും തന്നെ എനർജീസ് മിറർ ചെയ്യുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് മിസ്സിങ് എനർജി വളരെ കൂടുതലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവരെ നിങ്ങൾ വിട്ടു പോകുമോ എന്നുള്ള ചിന്ത വളരെ പ്രബലമായിട്ട് തന്നെ അവർക്ക് മനസ്സിൽ തോന്നാറുണ്ട് കേട്ടോ. കാരണം വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് ജോലിയൊക്കെ ആയിട്ട് ചിലപ്പോൾ പുറത്തൊക്കെ ആയിരിക്കണം. അതും ആ സിറ്റുവേഷനും അവരെ ബോധർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളെക്കുറിച്ച് ഒരു ഭയങ്കര ഇമോഷണലാണ്. കറണ്ട് എനർജിയിൽ ഇമോഷൻസ് ഇങ്ങനെ ആലോചിച്ച് ജോലി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ബാക്ക് ഓഫ് ദി മൈൻഡിൽ അവരെന്ത് ചെയ്യുമ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. മജീഷ്യൻ കണ്ടോ, മിക്കവാറും എല്ലാ കാർഡ്സും സെയിം ആണ് നിങ്ങളുടെയും അവരുടെയും. മജീഷ്യൻ വെച്ച് അവരും പ്രവർത്തിക്കാറുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അതേപോലെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. കാരണം തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് വാൻസ് നിങ്ങളെക്കുറിച്ച് ഭയങ്കര എന്താ പറയുക, സ്നേഹത്തോടെ അട്രാക്ഷനോടുകൂടിയും ആലോചിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. 2 കാർഡുകൂടെ എടുത്തിട്ട് നിർത്താം. 2 more cards. 7 ഓഫ് കപ്സ് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അതിലും കൂടി ജോലി ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവുക കേട്ടോ. ഡേ ഡ്രീമിങ് എനർജി ഉണ്ട്. അതായത് കണ്ണ് തുറന്നു വെച്ച് ആലോചിക്കില്ലേ, ആ ഒരു എനർജി. എന്ത് ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വേറെ ചിന്തകൾ വരിക, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരിക, അങ്ങനെ ഒരു എനർജിയിലാണ് അവർ ഇരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തന്നെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ആയാലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വീണ്ടും നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. പലർക്കും കോൾ, മെസ്സേജ്, അവർ ഇൻ പേഴ്സൺ കാണൽ എല്ലാം പോസിബിളായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം അവരുടെ കറണ്ട് എനർജിയിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ കറണ്ട് എനർജി വേഴ്സസ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ, ഏകദേശം മിററിംഗ് ആയിട്ട് തോന്നിയില്ലേ രണ്ടാളുടെ? അപ്പം ഇനി അവരോട് നിങ്ങൾക്ക് സ്നേഹം തന്നെ ആണോ എന്ന് ഡൗട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ. സ്നേഹം തന്നെയാണ്, അവിടെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ഷെയറും കൂടെ ചെയ്ത് തരണം കേട്ടോ. വീഡിയോ ഒക്കെ ഹൈപ്പും കൂടെ ചെയ്യണേ. അതേപോലെ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്തോളൂ. സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. കാരണം ഞാനും നിങ്ങളുമായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷനാണ്. നമ്മൾ തമ്മിലൊരു ലിങ്ക് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ എനർജി ത്രൂ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ പേഴ്സണുമായിട്ട് എനിക്ക് യാതൊരു ലിങ്കും ഇല്ല അല്ലേ. അപ്പം നിങ്ങൾ ത്രൂ ആണ് ഞാൻ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഞാനുമായിട്ടൊരു ലിങ്ക് വേണം. ആ ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തേക്കുക. ഈ 2 ദിവസം ലൈവ് വരാൻ എനിക്ക് പോസിബിൾ അല്ല, ചില തിരക്കുകളുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലൈവ് ഞാൻ അറിയിച്ചേക്കാം കേട്ടോ. ഇതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം, വീഡിയോയിലും പറയാം. ഓക്കെ, അപ്പോൾ അതുവരെ അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാം പോസിറ്റീവായി വരും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.